അല്ലാതെ ഞാൻ എഴുതിയതല്ല, സത്യം ഞാൻ എഴുതിയതല്ല. ഒരു പ്രശ്നം ഞാൻ ഉണ്ടാക്കി, അതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കി. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഒതന്റിക് നിഷ. ഞാൻ പേരന്റെ ഒത്തിരി ആകെ ബോറടിച്ചപ്പോഴൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പൊ ഒരാളെ കണ്ടു പറഞ്ഞപ്പോൾ ഈ തെങ്ങ കാണിച്ചിന് ഇതല്ലേ ഇപ്പൊ നിങ്ങൾ കരുതിയത്? അതെ ഗൈസ്, ഇത് തന്നെയാണ് ആള്. ഈ തെങ്ങിന്റെ നൊസ്റ്റാൾജിക് ലൈഫിൽ വലിയൊരു പ്രാധാന്യമുണ്ട്, ഒരു ബടാ ബമ്പൻ പ്രാധാന്യം. ഈ ഒരു കഥയത്തെ മെയിൻ ആളാണ് ഇവൻ. ഇവനല്ല, ഇതിന്റെ വേറെ. ഈ കഥ തുടങ്ങുന്നത് ഞങ്ങൾ 3ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഞങ്ങൾ 6 ആൾക്കാർ ഇങ്ങനെ സ്കൂൾക്ക് പോവുക. അതിന്റെ ഇടയിൽ കൂടെ ഈ ഒരു റബ്ബർ കിട്ടി. അപ്പോൾ ഞങ്ങൾ എടുത്തു കണ്ട് കൂട്ടത്തിൽ ഞാനാണ് നല്ലൊരു മനസ്സിന്റെ വളർന്നത്. അപ്പോൾ എല്ലാവരോടും ചോദിച്ചു, ഇതാരതാണ് നിങ്ങളുടെതാണോ ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞാൽ അല്ലാണ്. അപ്പൊ പിറ്റേ ദിവസം ചോദിച്ചാന്നുള്ള മതിരി ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിന്റെ ബാഗ് കിട്ടും. അങ്ങനെ പെരീക്കെത്തിയപ്പോഴേ ഇന്നെ മന്ദ ബുദ്ധിയിലുള്ള ലേറ്റം കത്തി. എന്താണെന്നറിയോ, എല്ലാവരും നമുക്ക് ഒളിപ്പിച്ചാണ്. എന്നിട്ട് ഈ റൈസറിന്മേ ഞാൻ എന്ത് ചെയ്തി, ഇത് കിട്ടുന്ന ആൾക്കാരൊക്കെ ഞാൻ കൊല്ലുന്നുണ്ട് എഴുതിച്ചു. അപ്പോൾ ഓരെല്ലാവർക്കും പേടിച്ചാണ്, എല്ലാവരും പെടുത്തുണ്ടമാരാ. അതാണ് ഞാൻ മാത്രമുള്ള ധൈര്യശാലി. എന്നിട്ട് അത് സ്കൂൾ കടത്തി ഞാൻ എടുത്തു. അല്ലാതെ ഞാൻ എഴുതിയതല്ല, സത്യം ഞാൻ എഴുതിയതല്ല. ഇത് ഞാൻ സത്യം പറയാം, നോക്കി ഞാൻ എഴുതിയതല്ല കേട്ടോ, നിങ്ങളൊന്ന് വിശ്വസിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അഭിനയിച്ചങ്ങട്ട് എല്ലാവരും പൊട്ടന്മാരതുകൊണ്ട് എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും നോളോളിച്ചലും പച്ചതമ്പുരാനെ എന്തൊക്കെയാ അവിടെ നടന്നത് പേടിച്ചലും. കാരണം ഞങ്ങൾക്കെല്ലാം കിട്ടിയത് എല്ലാവരും കൂടെ നോളിച്ചാൻ തുടങ്ങി. അപ്പോ എല്ലാം കൂടി ഇപ്പൊ എന്റെ തലീക്കായാലും റബ്ബേ എന്റെ ഒരു മനസ്സിൽ വന്നു. എന്നിട്ട് ഞാൻ എന്നെ വേറൊരു പ്ലാൻ കണ്ടുപിടിച്ചു. ഈ സാധനത്തെ തലീന്നൊന്നും ചെയ്യാനും ഞാൻ പറഞ്ഞു, ഈ റേസർ ഒരു തെങ്ങിന്റെ താഴത്ത് കുഴിച്ചിട്ടാല് നമ്മളെ വീട്ടത്തെ ഈ പ്രശ്നങ്ങളൊക്കെ പോകും പറഞ്ഞു. എന്നിട്ട് എല്ലാവരും എന്ത് ചെയ്തു, ഈ തെങ്ങിന്റെ താഴത്ത് ഇത് കൊണ്ടുപോയി കുഴിച്ചങ്ങോട്ട് ഇട്ടു. എന്നിട്ട് എല്ലാരും പ്രശ്നമൊക്കെ തീർന്നില്ലേ, ആ സന്തോഷത്തിൽ വീട്ടിൽ പോയി. ഒരു പ്രശ്നം ഞാൻ ഉണ്ടാക്കി, അതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കി. അല്ലെങ്കിൽ പണ്ടേ ഞാൻ അങ്ങനെ ഒരു ജീനിയസാ.